ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏതൊരു ടീമും സ്വപ്നം കാണുന്ന, ആരെയും കൊതിപ്പിക്കുന്ന ആരാധക വൃന്ദമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഒരു കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. എങ്കിലും അതിപ്പോഴും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഓരോ സീസൺ ചെല്ലുന്തോറും പിറകോട്ട് പോകുന്ന അവസ്ഥ തന്നെയാണ്. എന്നിരുന്നാലും ആരാധകരുടെ കാര്യത്തിൽ കുറവൊന്നും തന്നെ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്നത് തന്നെയാണ് സത്യം. സ്വന്തം ടീമിന് വേണ്ടി മഞ്ഞ ജേഴ്സി അണിഞ്ഞു ഗ്യാലറിയിൽ ആവേശത്തിന്റെ അലയടി തീർക്കുന്ന മഞ്ഞപ്പട. അത്തരത്തിലുള്ള ആൾബലത്തിൽ ആഹ്ലാദം കൊള്ളുന്ന ഒറ്റ ടീമേ ISL ഉള്ളൂ. അതേ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ലോക ഫുട്ബോളിൽ പോലും ഇത്രയും ആരാധകരുള്ള ടീമുകൾ കുറവാണ്. എന്നാൽ ഈ ആരാധക വൃന്ദത്തോട് നീതി പുലർത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. ടൂർണമെന്റ് 11 വർഷത്തിലേക്ക് കടന്നെങ്കിലും ഒരു തവണ പോലും കപ്പടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 3 തവണ ഫൈനലിൽ എത്തിയെങ്കിലും ആ 3 മത്സരവും തോക്കുകയാണ് ഉണ്ടായത്. ഹോം മത്സരങ്ങളായാലും എവേ മത്സരങ്ങളായാലും ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് കുറവൊന്നുമില്ല. ഗ്യാലറിയിൽ മെക്സിക്കൻ തിരമാലകൾ തീർക്കാൻ അവർ ബ്ലാസ്റ്റേഴ്സിനൊപ്പം എന്നും ഉണ്ടാകും. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സ്വദേശി താരങ്ങളെയും വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നതിനും വൻ പരാജയമാണ് എന്നാണ് ആരാധകർ പറയുന്നത്. ആ കാരണത്താൽ തന്നെയാണ് ഡ്യൂറൻ കപ്പ് ക്വാർട്ടറിൽ തോറ്റു പുറത്തായതും എന്നാണ് ആരാധക പക്ഷം. ഈ വരുന്ന സെപ്റ്റംബർ 15 തിരുവോണം നാളിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ പഞ്ചാബ് FC തന്നെയാണ്. ഇത്തവണയെങ്കിലും കിരീടം നേടിയില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് കാണിക്കുന്ന നീതികേടായി അത് മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായി തന്നെ പറയാം. കാരണം അവർ ബ്ലാസ്റ്റേഴ്സിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ഓരോ പരാജയങ്ങളും മറന്നുകൊണ്ട് അവർ ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്തവണയെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ ആ കപ്പ് ഉയർത്താൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.